അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയും കാര്യനിർവഹണ സ്ഥലവും കൂടിയായ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടാളികളെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മൊബൈൽ ഫോൺ ചാര ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിൽ പ്രതികരിക്കുവാൻ വൈറ്റ് ഹൗസിലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പോ FBI-യോ US സീക്രട്ട് സർവീസ് എന്നീ ഏജൻസികളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം തന്നെയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടാളികളെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ തലസ്ഥാനത്തെ വൈറ്റ് ഹൗസ് അടക്കമുള്ള പ്രധാന ഇടങ്ങളിലെല്ലാം ഇസ്രായേൽ മൊബൈൽ ഫോൺ ചാര ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. മുൻ US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫോൺ കോളുകളുടെ ഉള്ളടക്കം അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള മിനിയേച്ചർ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടാളികളെയും നിരീക്ഷിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിന് പുറകിലെന്നും പറയപ്പെടുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ചാരപ്പണി ചെയ്തിരിക്കുന്നതെന്ന് US സർക്കാർ വിലയിരുത്തുന്നതായി വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വാർത്ത ശുദ്ധ നുണയാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത്. US-ൽ ഒരു തരത്തിലുള്ള രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് എന്ന ദീർഘകാല പ്രതിബദ്ധതയുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നും അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ചരിത്രത്തിൽ ഇസ്രായേലിനെ ഇത്രമാത്രം പിന്തുണച്ചിട്ടുള്ള മറ്റൊരു ഭരണകൂടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചാരപ്രവർത്തനം ബോധ്യപ്പെട്ടിട്ടും സഖ്യകക്ഷിയെ പിണക്കാൻ ട്രംപ് തയ്യാറല്ല എന്നാണ് ബോധ്യപ്പെടുന്നതെന്ന് 3 മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഉറപ്പിച്ചു പറയുന്നു. അവർ ആരാണെന്ന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടുമില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: കഴിഞ്ഞ ഭരണകാലത്ത്, അതായത് ഒബാമ മരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പോഴുള്ള ഭരണം. മറ്റൊരു രീതിയിലാണ് ഈ ഭരണകൂടം കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതെന്ന് ഒരു മുതിർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. FBI-യും മറ്റ് ഏജൻസികളും സ്റ്റിംഗ് റേസ് എന്നറിയപ്പെടുന്ന ഉപകരണങ്ങളുടെ വിശദമായ ഫോറൻസിക് വിശകലനം നടത്തിയപ്പോൾ ഇസ്രായേൽ തന്നെയാണ് ഉത്തരവാദികളെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വക്താവ് ഈ കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. ആരോപണങ്ങൾ തികച്ചും അസംബന്ധമാണ്. അമേരിക്കയിൽ ചാരപ്രവർത്തനം ഇസ്രായേൽ നടത്താറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈറ്റ് ഹൗസ്, ആഭ്യന്തര സുരക്ഷാ വകുപ്പ്, FBI, US സീക്രട്ട് സർവീസ് എന്നീ ഏജൻസികളൊന്നും ഈ വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.